മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള സിനിമയുമായി കതിരവൻ എന്ന ചിത്രം വരികയാണ്. ഏകദേശം 100 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. പുതുമുഖ സംവിധായകൻ അരുൺ രാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 3 പ്രവാസി സുഹൃത്തുക്കൾ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് സംവിധായകൻ ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത്. ചിത്രത്തിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായതും. കതിരവനിൽ വീണ്ടും ഒരു ചരിത്രവേഷത്തിൽ മമ്മൂക്ക എത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. എന്നാൽ ചിത്രം നടക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മമ്മൂക്കയുടെ ഭാഗത്തു നിന്നോ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഇതുവരെയായിട്ടും ചിത്രത്തിനെ പറ്റിയുള്ള ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. എന്നാൽ സംവിധായകന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ വരുന്ന നവംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്, മമ്മൂട്ടി കമ്പനിയല്ല. അദ്ദേഹത്തിന്റെ 3 പ്രവാസി സുഹൃത്തുക്കൾ ചേർന്നാണ് എന്നുള്ളതും വെളിപ്പെടുത്തിയത്. മലയാളത്തിൽ ഒരു ചരിത്ര സിനിമ എടുക്കുമ്പോൾ ഏതൊരു സംവിധായകന്റെയും എഴുത്തുകാരന്റെയും മുന്നിൽ ആദ്യം തെളിയുന്നത് മമ്മൂക്കയുടെ രൂപം തന്നെയാണ്. മറ്റാർക്കുമില്ലാത്ത സവിശേഷത ഒരു ചരിത്ര സിനിമ ചെയ്യാൻ മമ്മൂട്ടിക്കുണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടനില്ല മഹാത്മാ അയ്യങ്കാളിയാകാൻ എന്നാണ് സംവിധായകൻ ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത്. അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ചിത്രം ഉടനെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പല ഭാഗത്തു നിന്നും ചിത്രം നടക്കില്ല എന്ന അഭിപ്രായവും വരുന്നുണ്ട്. മമ്മൂക്ക മഹാത്മാ അയ്യങ്കാളിയായി ബിഗ് സ്ക്രീനിലെത്തുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ ഇരു കൈയും നീട്ടും സ്വീകരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നാൽ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നോ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഇതുവരെയായിട്ടും ഒരു അപ്ഡേഷനും വന്നിട്ടില്ല എന്നത് പ്രേക്ഷകരെ നിരാശയിലാക്കുന്നുണ്ട്. ചിത്രത്തിന്റെ 2 പോസ്റ്ററുകളാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടത്. ആദ്യ പോസ്റ്റർ വന്ന ഉടനെ ചിത്രത്തിനെ പറ്റിയിട്ടുള്ള പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. എന്നാൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമതൊരു പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെട്ടത്. അതുകൂടി വന്നപ്പോൾ ചിത്രത്തെ പറ്റിയുള്ള ചർച്ച സജീവമായി. എന്നാൽ ഇനി ഇത് ഒഫീഷ്യലായി സ്ഥിരീകരിക്കേണ്ടത് മമ്മൂക്ക തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഈ ചിത്രം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.